ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എഫ് കണ്ണൂർ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത വെറൈറ്റി ആയിട്ടുള്ളൊരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. നത്തോലി വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ഈ ഫിഷ് ബിരിയാണി തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി തന്നെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുടർന്നുള്ള വീഡിയോസിനായിട്ട് ആ കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ നത്തോലി ഞാനിവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇവ ഇട്ടിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം കൂടിപ്പോകരുത്, കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇതിലോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇതിൽ ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഉപ്പ് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉപ്പൊക്കെ കയറിക്കോളും. ചെറിയ മീനാണ്. അപ്പോൾ എന്നാലും നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായിയിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ മീഡിയം സൈസിലുള്ള 3 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലോട്ടിട്ടിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു 2 മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ സവാള ഏകദേശം ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. 4 പച്ചമുളകും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 2 തുടം വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമ്മൾ ചില്ലി പൗഡർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പച്ചമുളക് കുറച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് മസാലയിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ടൊമാറ്റോ കൂടി ആഡ് ചെയ്യണം. 2 മീഡിയം സൈസിലുള്ള ടൊമാറ്റോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. മസാല നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടിക്കൊടുക്കാം. ഇത് 3 പേർക്കുള്ള ബിരിയാണിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. ടൊമാറ്റോ കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് 2 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെക്കണം. ഈ സവാളയും തക്കാളിയൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരണം. അതുവരെ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഈ തക്കാളിയൊക്കെ ഒരു തവി ഉപയോഗിച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോഴേക്കും മറ്റൊരടുപ്പിൽ നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ട്. ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഫിഷ് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സവാളയിലോട്ട് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഫിഷ് ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം.
ഇത് ചെറിയ ഫിഷ് ആയതുകൊണ്ട് തന്നെ ശരിയായിട്ട് തിരിച്ചിടാനൊന്നും പറ്റില്ല. എങ്കിലും നമുക്കാവും വിധത്തിൽ ഒരു തവണ തിരിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ചിക്കിയെടുത്താൽ മതിയാവും. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം. ഈ ഫിഷ് കടിക്കുമ്പോൾ തന്നെ നല്ല പൊട്ടുന്ന രീതിയിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് കോൺഫ്ലോർ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ മസാലയും അപ്പുറത്ത് നിന്ന് ഇളക്കാൻ മറക്കരുത്, ഇല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോകും. ഇനി വേറൊരു അടുപ്പിൽ നമുക്ക് ഗീ റൈസും ഈ സമയം തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളെ ബിരിയാണി തയ്യാറാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ചൂടായ കുക്കറിലോട്ട് 2 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്യാം. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒരു സവാളയുടെ പകുതി ഭാഗം ഇതിലോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അല്പം കാഷ്യൂവും കിസ്മിസും കൂടി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. അതിനുശേഷം സവാളയുടെ ബാക്കിയുള്ള പകുതി കൂടി ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് നമുക്ക് റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേക്കും നമ്മുടെ ഫിഷ് ഇവിടെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയിലോട്ട് ഈ ഫിഷ് ഇട്ട് കൊടുക്കാം. ആ സമയം കൊണ്ട് ഗീ റൈസിൻ്റെ സവാള മറന്നു പോകരുത്, അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മെല്ലെ മാത്രം മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഫിഷൊക്കെ പൊടിഞ്ഞു പോകും. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ സവാള ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 3 കപ്പ് റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് 4.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 1 കപ്പ് റൈസിന് അതേ കപ്പിൽ തന്നെ 1.5 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്യേണ്ടത്. നിങ്ങൾ ഏത് പാത്രത്തിനെടുത്താലും ആ കപ്പിന് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് 2 പട്ടയും 3-4 ഗ്രാമ്പും 2 ഏലക്കായും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഞാൻ 250 ml കപ്പിന് 3 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്, ജീരകശാല റൈസ്. ഇത് ഇതിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ വന്ന ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മൾ റൈസ് പെട്ടെന്ന് വെന്തു പോവും. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ എയർ പെട്ടെന്ന് തന്നെ കളഞ്ഞെടുക്കാനും ശ്രദ്ധിക്കുക. ചോറ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ബിരിയാണി വിചാരിച്ച പോലെ പെർഫെക്റ്റ് ആയില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ എയർ കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എയറൊക്കെ കളഞ്ഞിട്ട് ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ ഗീ റൈസ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ഒന്ന് ദം ചെയ്തെടുക്കണം. ഞാൻ ഈ പാത്രത്തിലാണ് ബിരിയാണി ദം ചെയ്തെടുക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഇതിലേക്ക് മസാലയല്ല ഇട്ട് കൊടുക്കുന്നത്, റൈസാണ്. അടിയിലായിട്ട് അല്പം റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസ് ഞാൻ എടുത്തിട്ടുണ്ട്. അല്പം മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്തിട്ട് കണ്ടോ, ഇതുപോലെ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ബിരിയാണിക്ക് നല്ലൊരു യെലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന കാഷ്യൂവും അതുപോലെ റൈസൻസും ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ശേഷം ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം.
ഞാനിത് 2 ലെയറായിട്ടാണ് ഈ ബിരിയാണി ദം ചെയ്യാനിട്ടിരിക്കുന്നത്. നിങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 3 4 ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മുകളിലായിട്ട് വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്തെടുക്കുക. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്യാം. എനിക്ക് മല്ലിയില കിട്ടിയില്ല, അപ്പോൾ ഞാനിതിലേക്ക് മല്ലിയില ചേർത്തിട്ടില്ല. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ റൈസിന് മുകളിലായിട്ട് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂവും റൈസൻസും ചേർത്ത് കൊടുക്കുക. ഇനി ബാക്കിയുള്ള മസാല കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ബാക്കിയുള്ള ബിരിയാണി ഫിഷ് ബിരിയാണിയേക്കാളൊക്കെ എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയത് ഈ ഫിഷ് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. നമ്മൾ പ്രോൺ ബിരിയാണിയൊക്കെ തയ്യാറൊക്കെ ഇട്ട് കഴിക്കാറുണ്ട്, പക്ഷേ അതിനേക്കാളൊക്കെ എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയത് ഈ ഫിഷ് ബിരിയാണിയാണ്. നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു ഈ ഫിഷൊക്കെ. മസാലയിലിട്ടെന്ന് വെച്ചിട്ട് സോഫ്റ്റായി പോയിട്ടൊന്നുമില്ല. അത് മാത്രമല്ല നമുക്കിതിൽ മുള്ളൊന്നും ഉണ്ടാവില്ലല്ലോ. ക്രിസ്പി ആയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ കഴിക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് മുള്ളാവുന്നൊന്നും ഒരു പേടിയും വേണ്ട. കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഫിഷ് ബിരിയാണി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഞാൻ ഗ്യാരണ്ടി പറയാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ബിരിയാണി ഇഷ്ടമാവും. അപ്പോൾ മുഴുവൻ റൈസും ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ലെമൺ ജ്യൂസ് കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ കാഷ്യൂവും അതുപോലെ സവാളയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അല്പം ഫിഷ് ഫ്രൈ ചെയ്തത് ഇതിൻ്റെ മുകളിലായിട്ട് ഞാനൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഫ്രൈ ചെയ്തപ്പോൾ കുറച്ച് മാറ്റി വെച്ചതായിരുന്നു. അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരത്തേക്ക് വെരി ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ദം ചെയ്യാൻ വെക്കാം. ലോ ഫ്ലെയിമിൽ വെക്കുക, ഇല്ലെങ്കിൽ അടി കരിഞ്ഞു പോവും. ഏറ്റവും സിമ്മിലാക്കി വെക്കുക. ഇനി ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. കണ്ടോ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അതുപോലെ വെരി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി തന്നെയാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തുടർന്ന് വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞു ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത ശേഷം മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികളുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.